നമസ്കാരം. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 2026 ജൂലൈ 14 ചൊവ്വാഴ്ചയാണ്. ഇന്ന് വൈകുന്നേരത്തോടെ ആകാശത്തിലെ ഒരു ഏറ്റവും വലിയ ശുഭഗ്രഹമായ വ്യാഴത്തിൻ്റെ അസ്തമയം സംഭവിക്കുന്നുണ്ട്. ജ്യോതിഷപരമായി ഈ ഒരു അസ്തമയത്തിനെ നമുക്ക് ഗുരുമൗഢ്യം എന്നോ അല്ലെങ്കിൽ ഗുരു അസ്തമയം എന്നോ ഒക്കെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു അസ്തമയം ഇന്ന് വൈകുന്നേരം സംഭവിച്ചാൽ വരുന്ന ഓഗസ്റ്റ് 12 വരെ ഈ അവസ്ഥയിൽ തന്നെയായിരിക്കും വ്യാഴം നിലനിൽക്കുന്നത്. അതായത് ഏകദേശം ഒരു 29 ദിവസങ്ങൾ വ്യാഴം സൂര്യനോടൊരു അടുത്തേക്ക് വരുന്നത് കൊണ്ടാണ് ഇവിടെ താൽക്കാലികമായൊരു കുറവ് വന്നു ചേരുന്നത്, അല്ലെങ്കിൽ ഒരു മൗഢ്യം വന്നു ചേരുന്നത്. അപ്പോൾ അതിനാൽ തന്നെ നമ്മുടെ കർമ്മം, പണം, കല്യാണം, പഠനം ഇതിനെയൊക്കെ ഈ ഒരു സമയം പല വിധേന ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ 27 നക്ഷത്രക്കാർക്കും ഈ 29 ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് ഈ അധ്യായത്തിലൂടെ ലളിതമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് ഏവരും ശ്രമിക്കുക. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ എല്ലാ നല്ല കാര്യങ്ങളെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ വഴികാട്ടിയായിട്ടുള്ളത് വ്യാഴം അഥവാ ഗുരു എന്ന് പറയുന്ന ഗ്രഹമാണ്. അപ്പോൾ ഈ ഗുരുവിന് ബലം കുറയുമ്പോൾ നമ്മളും ചില കാര്യങ്ങളിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രധാനമായും 3 കാര്യങ്ങളിലായിരിക്കും നമ്മൾ അല്പം നിയന്ത്രണം ഈ 29 ദിവസങ്ങളിൽ വെക്കേണ്ടത്. അതായത് ഇന്ന് വൈകുന്നേരം മുതൽ 29 ദിവസങ്ങൾ. ഒന്നാമതായിട്ട്, ദാമ്പത്യ സുഖത്തിൻ്റെ അധിപനാണ് വ്യാഴം. അതുകൊണ്ട് തന്നെ ഈ ഒരു അസ്തമയ കാലയളവിൽ ഇന്ന് ജൂലൈ 14 ഇന്ന് മുതൽ ഓഗസ്റ്റ് 12 വരെയുള്ള സമയം സാധാരണയായിട്ട് നോക്കിയാൽ കല്യാണങ്ങളൊന്നും അങ്ങനെ നടത്താറില്ല. കാരണം ശുഭകരമായ കർമ്മങ്ങൾക്ക് ഒന്നും അത്ര അനുയോജ്യമായ സമയമല്ല, മൗഢ്യമാണ്. അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ ശുഭകരമായ കർമ്മങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നതാണ് ഈ സമയത്ത് വളരെ ഉത്തമം. അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഇനി വലിയ തുകകൾ, അതായത് ബാങ്കിൽ നിന്നൊക്കെ വലിയ തുകകൾ നമ്മൾ എടുക്കാറുണ്ട്. ബാങ്ക് ലോൺ എടുക്കുന്നതും ഷെയർ മാർക്കറ്റിൽ വലിയ തുകയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു സമയത്ത് ഒഴിവാക്കുന്നതാണ് ഉത്തമം. ബുദ്ധിപരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും ആരും നമുക്ക് പ്രത്യേകിച്ച് വന്ന് പറഞ്ഞു തരില്ല. നമ്മൾ ബുദ്ധിയില്ലാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ഈ കാര്യങ്ങൾ ചെയ്താൽ വലിയ തകർച്ചയായിരിക്കും ഫലമായിട്ടും വന്നു ചേരുന്നത്. ഇനി പുതിയ സ്ഥലം വാങ്ങാനോ അല്ലെങ്കിൽ വീട് പണിയാനോ ഒക്കെ നോക്കുന്നവരാണെങ്കിൽ പേപ്പർ വർക്കുകളൊക്കെ ഈ ചെറിയ തടസ്സങ്ങൾ കാരണം വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാൻ കാരണമായി മാറും. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 12 കഴിഞ്ഞ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ശുഭകരമായത്. ഇനി ഹയർ സ്റ്റഡീസിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാകും. ഫോമുകൾ, സർട്ടിഫിക്കറ്റുകളൊക്കെ 2-3 വട്ടം ഒന്ന് ഒത്തുനോക്കി വായിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സൈൻ ചെയ്യാനൊക്കെ പാടുള്ളൂ. ചെറിയ അശ്രദ്ധ കൊണ്ട് വലിയ ഒരു പണി വാങ്ങിച്ച് കിട്ടാനുള്ള സാധ്യത ഈ സമയത്തുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഓഫീസിൽ വലിയ പരീക്ഷണങ്ങൾക്കൊന്നും നിൽക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം. ആരുമായിട്ട് തർക്കിക്കാനൊന്നും പോകാതെ ഉള്ള ജോലി ഭംഗിയായിട്ട് ചെയ്യുക. പുതിയ ബിസിനസ് കരാറിൽ ഒപ്പുവെക്കാനാണെങ്കിലും ഈ ഒരു പറഞ്ഞ 29 ദിവസങ്ങൾ കഴിഞ്ഞ് ശ്രമിക്കുന്നതാണ് ഉത്തമം. ശരി, നമുക്കിനി ആ പ്രധാന പോയിന്റിലേക്ക് വരാം. അതായത് 27 നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ജന്മനക്ഷത്രം ഏതാണോ അതനുസരിച്ച് ഈ കാര്യങ്ങളൊന്ന് കൃത്യമായി മനസ്സിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ന് വൈകുന്നേരം മുതലുള്ള 29 ദിവസങ്ങൾ. ആദ്യം തന്നെ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരുടെ കാര്യം നമുക്കൊന്ന് നോക്കാം. ഇവിടെ കർമ്മ മേഖലയിൽ ഒരു മന്ദതയൊക്കെ ഫീൽ ചെയ്യുന്നതായ സമയമായിരിക്കും. വിചാരിച്ച വേഗതയിൽ കാര്യങ്ങൾ നടന്നില്ല എന്നൊക്കെ വരാം. അതുകൊണ്ട് ജോലി സ്ഥലത്ത് ദേഷ്യപ്പെടാതെ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഇപ്പോൾ ദേഷ്യം കാണിച്ചാൽ ഉള്ള ജോലി പോലും പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതിനാൽ ശ്രദ്ധിക്കുക. രോഹിണി, മകയിരം, തിരുവാതിര നക്ഷത്രക്കാർ നിങ്ങളുടെ പണത്തിൻ്റെ കാര്യത്തിലാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അനാവശ്യമായിട്ട് പണം ചിലവഴിച്ചാൽ കൈ പൊള്ളുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് വലിയ തുകകൾ കടം വാങ്ങാനോ അല്ലെങ്കിൽ ആഡംബരം കാണിക്കാനോ കടമായി പണം കൊടുക്കാനോ ഈ 29 ദിവസങ്ങളിൽ നിൽക്കാതിരിക്കുക. ആ പണം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് വിനയായിട്ട് വന്നു ചേരും. പുണർദം, പൂയം, ആയില്യം നിങ്ങൾ വീട്ടിലെ മുതിർന്നവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. അതായത് നമ്മൾ ഉദ്ദേശിച്ച രീതിയാകില്ല അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്.
അപ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ കൊച്ചുമോൻ ഇങ്ങനെ പറഞ്ഞു എന്നൊരു രീതിയിലേക്ക് അവർ കാര്യങ്ങൾ എടുക്കുമ്പോൾ അനാവശ്യ തർക്കങ്ങൾ പിന്നീട് ഉണ്ടാകാനും അവരുടെ മനസ്സ് വിഷമിക്കാനും ആ വിഷമം നിങ്ങൾക്ക് നെഗറ്റീവായി ബാധിക്കാനുമുള്ള സാധ്യതയുള്ളതിനാൽ തന്നെ ഗൃഹത്തിൽ തന്നെ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധയോടുകൂടി ആശയവിനിമയം നടത്താൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മകം, പൂരം, ഉത്ര നക്ഷത്രക്കാർ, നിങ്ങൾക്ക് ഓഫീസിലോ ജോലിയിലോ ഒക്കെ ചെറിയ തടസ്സങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കുറച്ചധികം കഠിനാധ്വാനം ചെയ്താലേ നിങ്ങൾക്ക് ഇതിനെയൊക്കെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി എഫേർട്ട് എടുക്കേണ്ടതായ ഒരു സമയമാണ്. പിന്നീട് ആരോഗ്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. അതായത് കൂടുതൽ എഫേർട്ട് എടുക്കുമ്പോൾ നമ്മൾക്ക് ഉച്ചയ്ക്ക് ആ ഒരു ലഞ്ച് സമയം പോലും എടുത്ത്, അതായത് ലഞ്ച് കഴിക്കുന്ന സമയത്തെ മാറ്റി നിർത്തിയിട്ട് ആ സമയം കൂടി ജോലി ചെയ്യേണ്ടതായ ഒരു അവസ്ഥയൊക്കെ ചിലപ്പോൾ വന്നു ചേരാം. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യ കാര്യങ്ങളിൽ, മരുന്നിൻ്റെ കാര്യങ്ങളിൽ കൃത്യമായി ഒന്ന് ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടതും അത്യാവശ്യമാകുന്നുണ്ട്. അത്തം, ചിത്തിര, ചോതി പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പുതിയ കോഴ്സുകൾ ചേരുന്നവർക്കാണെങ്കിലും നല്ല സമയമൊക്കെയാണ്. എങ്കിലും അഡ്മിഷൻ എടുക്കുമ്പോഴോ ഫീസ് അടയ്ക്കുമ്പോഴോ രേഖകൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. യാത്രകളിലും ശ്രദ്ധ വേണ്ടുന്നതാണ്. രേഖകൾ കൃത്യമായി കൈപ്പറ്റേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ തുക അടച്ചില്ല എന്നൊക്കെ പറയാനുള്ള സാധ്യത ഈ 29 ദിവസങ്ങളിൽ ഉണ്ടാകും. വിശാഖം, അനിഴം, തൃക്കേട്ട ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പാർട്ട്നേഴ്സുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. തെറ്റിദ്ധാരണകൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. പറഞ്ഞ കാര്യം പറഞ്ഞില്ല എന്നും ചെയ്ത കാര്യം ചെയ്തില്ല എന്ന് പറയാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പുതിയ വലിയ പ്രോജക്റ്റുകളൊക്കെ തുടങ്ങാൻ ഓഗസ്റ്റ് പകുതി വരെ ഒന്ന് കാത്തിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഉത്തമം. ഏറ്റവും എടുത്തു ചാടി ചെയ്യുന്ന പ്രവൃത്തികൾ വലിയൊരു വിനയായിരിക്കും പിന്നീട് വന്നു ചേരുന്നത്. അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രക്കാർക്ക് മനസ്സിന് ചെറിയൊരു അസ്വസ്ഥതയോ ടെൻഷനോ ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യം വന്നൊരു തീരുമാനം എടുക്കാനായി ശ്രമിക്കരുത്. ദിവസവും കുറച്ച് സമയം പ്രാർത്ഥനകൾക്കായി അല്ലെങ്കിൽ മനസ്സ് ഒന്ന് സമാധാനത്തിനായിട്ടൊക്കെ മാറ്റി വയ്ക്കുന്നത് മനസ്സിനൊരു സുഖം വന്നു ചേരുന്നതിന് സഹായിക്കും. തിരുവോണം, അവിട്ടം, ചതയ നക്ഷത്രക്കാർക്ക് പൈസ നഷ്ടപ്പെടാനുള്ള ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഓൺലൈൻ ട്രാൻസാക്ഷനുകളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതായത് ചതിക്കുഴികളിൽ വീഴാതിരിക്കുക. പെട്ടെന്ന് കണ്ട ഒരു വ്യക്തി കുറച്ച് പണം തരുമോ എന്ന് ചോദിച്ച് ചിലപ്പോൾ സ്നേഹത്തിൻ്റെ പുറത്ത് കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നവർ ധാരാളം ഉണ്ടാകും. അതായത് 1-2 ദിവസത്തെ പരിചയമൊക്കെ കാണും. ഇതൊക്കെ വലിയ വിനകളിലേക്കായിരിക്കും നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ ഒരു അകലം പാലിക്കുന്നത് ഈ ഒരു സമയം നല്ലതാണ്. എത്ര വലിയ സുഹൃത്താണെങ്കിലും സുഹൃത്തുക്കൾ മുഖേന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് പിണക്കത്തിനൊന്നും ആരോടും പോകണ്ട. ഒരല്പം ഒരു ഗ്യാപ്പിട്ട് നിൽക്കുന്നത് ഈ ഒരു വിനകളെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് സഹായകമാകും. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാമെങ്കിലും വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോയാൽ സമാധാനത്തെ നിലനിർത്തി നിങ്ങൾക്ക് കൈകാര്യം ചെയ്ത്, അതായത് ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന രീതിയിൽ നിങ്ങളും കടുംപിടുത്തത്തോടെ നിന്ന് കഴിഞ്ഞാൽ അത് വിനയായി മാറും. അതായത് ആരെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ശ്രമിക്കണം. അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രക്കാരാണ് ആ വിട്ടുവീഴ്ചയ്ക്ക് മുൻകൈ എടുക്കേണ്ടത്. ജോലിയിൽ അല്പം ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങൾ അവഗണിക്കാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ആദ്യമേ അങ്ങോട്ട് പറയുകയാണ്. ഈ ഗുരു അസ്തമയത്തിൻ്റെ ദോഷങ്ങൾ കുറയ്ക്കാനും നമുക്ക് മനസ്സിന് ഒരു സമാധാനം കിട്ടാനും എന്ത് ചെയ്യാം എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. അതിന് ലളിതമായ ചില ജ്യോതിഷ പരിഹാരങ്ങളുണ്ട്. അതുകൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. വ്യാഴാഴ്ചകളിൽ അല്ലെങ്കിൽ സാധാരണ ദിവസങ്ങളിലൊക്കെ മഞ്ഞൾ, കടലപ്പരിപ്പ് ഇതുപോലെയുള്ള മഞ്ഞ നിറത്തിലുള്ള സാധനങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നത് വ്യാഴപ്രീതി നമ്മളിലേക്ക് കൂടുതലായി വന്നു ചേരാൻ സഹായിക്കും. അപ്പോൾ വ്യാഴത്തിനൊരു മൗഢ്യമായതിനാലാണ് നമ്മൾ ഈ ഒരു സമയം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് എല്ലാ നക്ഷത്രക്കാർക്കും. അതായത് ഒരു നക്ഷത്രത്തിന് മാത്രമല്ല. അപ്പോൾ ആ ഒരു സമയം വ്യാഴം മൗഢ്യമായിരിക്കുന്ന അവസ്ഥയിൽ ഈ മൗഢ്യത്തിനെ നമ്മളിലേക്ക് എത്തുന്നതായ നെഗറ്റീവ് ഊർജ്ജങ്ങളിൽ നിന്ന് നമുക്ക് സ്വയമേ ഒരു രക്ഷ നേടുന്നതിനായിട്ടാണ് ഈ പറഞ്ഞ വസ്തുക്കൾ ദാനം ചെയ്യുക എന്നത്. മഞ്ഞൾ അല്ലെങ്കിൽ കടലപ്പരിപ്പ് പോലെ മഞ്ഞ നിറത്തിലുള്ള കാര്യങ്ങൾ ദാനം ചെയ്യുക എന്നത് വ്യാഴത്തിൻ്റെ പ്രീതി, ആ നെഗറ്റീവ് ഊർജ്ജം നമ്മളിലേക്ക് വന്നു ചേരാതിരിക്കാനായിട്ട് നമുക്ക് സഹായകമാകും. ഇനി നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, അതായത് ഗുരുക്കന്മാരെ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്നവരെയൊക്കെ ബഹുമാനിക്കാനായിട്ട് ശ്രമിക്കുക. അവരുടെ അനുഗ്രഹം വാങ്ങാനായിട്ട് ശ്രമിക്കുന്നതും ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക്, ഒരു ഷീൽഡ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു കവചമായി നമ്മളിൽ വന്നു നിൽക്കുന്നതിന് സഹായിക്കും. ഇനി നമ്മൾ ഏതെങ്കിലും പ്രധാന കാര്യത്തിന്
ഗൃഹത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ ദിവസത്തെ രാഹുകാലം ഏതാണെന്ന് കൃത്യമായിട്ട് നോക്കുക. കാരണം ഈ ഒരു സമയത്ത് പുതിയ കാര്യങ്ങൾ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട സമയമാണ് രാഹുകാലം എന്ന് പറയുന്നത്. മിക്ക ആളുകളും അതിനെ അവഗണിക്കാറുണ്ട്. അതായത് രാഹുകാലം ഒന്ന് അതെന്തെങ്കിലും ആകട്ടെ എന്നൊക്കെ ചിന്തിച്ച്. പക്ഷേ അങ്ങനെയല്ല. രാഹുകാലത്തിൽ നമ്മൾ ഏർപ്പെടുന്ന പ്രവൃത്തി ഒന്നും നമുക്ക് ചിലപ്പോൾ അന്നേരം നമ്മൾ വിചാരിച്ച പോലും നടന്നാലും പിന്നീട് നമ്മൾ വിചാരിച്ച ഒരു രീതിയിലുള്ള ഫലവും തരുകയില്ല. അത് കുഴപ്പത്തിൽ തന്നെയായിരിക്കും ചെന്ന് എത്തുന്നത്. അപ്പോൾ ഒരു പരിധിവരെ തടസ്സങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ രാഹുകാലം പോലെയുള്ള സമയങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ആ സമയങ്ങളിൽ ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏവരും മനസ്സിലാക്കുക, വരാൻ പോകുന്ന ഓഗസ്റ്റ് 12 വ്യാഴത്തിൻ്റെ ഈ അസ്തമയം അങ്ങോട്ട് കഴിയും. ഗ്രഹം വീണ്ടും പൂർണ്ണ ശക്തനാകും. അതുവരെ നമ്മൾ ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ നക്ഷത്രം ഏതാണെന്നൊക്കെ നോക്കി ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമുക്ക് ഒരു പരിധി വരെ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നുമൊക്കെ രക്ഷ നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇതിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്, ഏത് മേഖലയിലാണ് ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്ന് മനസ്സിൽ വയ്ക്കുക. കാരണം നമ്മൾ ഈ ഭൂമിയിൽ അധിവസിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ ഗ്രഹവിന്യാസങ്ങൾ നമ്മളെ എല്ലാം തൊട്ടും തലോടിയുമാണ് കടന്നു പോകുന്നത്. ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് ആർക്കും മാറിയിരിക്കാൻ പറ്റില്ല. കൊച്ചുകുട്ടി പരാധീനങ്ങളിലൂടെ എല്ലാം ഇത് കടന്നു പോകും, നെഗറ്റീവും പോസിറ്റീവുമായ ഇമ്പാക്റ്റ് തന്നുകൊണ്ട്. അപ്പോൾ ഏവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദിനംപ്രതി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. നമ്മളിലേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മളെ ബാധിക്കാൻ വരുന്ന നെഗറ്റീവ് ഊർജ്ജങ്ങളെ എങ്ങനെ തടസ്സപ്പെടുത്താമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് പറഞ്ഞ രാഹുകാലം ശ്രദ്ധിക്കണം. അതായത് ഗ്രഹവിന്യാസങ്ങൾ എങ്ങനെയാണെന്ന് ചെറിയ രീതിയിൽ അറിഞ്ഞാൽ നമുക്ക് നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന തടസ്സപ്പെടുത്തി നിർത്തി നമ്മളിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ ഗ്രഹത്തിലുള്ള മുത്തശ്ശിമാരൊക്കെ എപ്പോഴും പറയും, രാഹുകാലം നോക്കടാ മോനെ, അല്ലെങ്കിൽ മോളെ നോക്കിയിട്ട് പോകൂ, അല്ലെങ്കിൽ എന്തെങ്കിലും നിമിത്തങ്ങൾ വഴിയിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ മാറി നിന്നിട്ട് പിന്നെ പോകാൻ ശ്രമിക്കുക പറഞ്ഞാൽ ഇന്നത്തെ തലമുറ ഭൂരിഭാഗം ആളുകളും അതിനെ ഒരു ചെവി കൂടെ കേട്ട് തമാശയായിട്ട് കളയാറുണ്ട്. അങ്ങനെ തന്നെയാണ് ഏവരും. ഒരു കളിയാക്കലിലൂടെ ആയിരിക്കും ഈ പറയുന്ന വീഡിയോ പോലും ചില ആളുകൾ കേൾക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇതുകൊണ്ട് ഒരാൾക്കെങ്കിലും ജീവിതത്തിൽ ഒരു ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ അധ്യായവും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഗുണകരമായ കാര്യങ്ങൾ മാത്രമേ എത്തിക്കാൻ ശ്രമിക്കാറുമുണ്ട്. അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ഒരു മൗഢ്യം നമ്മളിലേക്ക് ബാധകമാകും. അപ്പോൾ കാരണമില്ലാത്ത ടെൻഷൻ വരും. ചെയ്യുന്ന പ്രവൃത്തികൾ എന്നും നല്ല രീതിയിൽ ചെയ്ത പ്രവൃത്തിയാണെങ്കിൽ പോലും നമുക്ക് അറിയാത്തതായ അവസ്ഥ, തെറ്റിക്കുന്നതായ അവസ്ഥ, ഇതൊക്കെ നമ്മുടെ തെറ്റുകൊണ്ടല്ല, ഗ്രഹമാറ്റം കൊണ്ടാണ്. അപ്പോൾ ആകാശത്തിൽ നടക്കുന്ന കാര്യമാണെങ്കിൽ അത് ഭൂമിയിൽ അധിവസിക്കുന്ന നമ്മളിലേക്ക് പല രീതിയിലായിരിക്കും പ്രഭാവം ചെലുത്തുന്നത്. ഇതൊന്ന് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ ഭാഗം ഒന്ന് കൃത്യമായി കേട്ട് ഏത് കാര്യത്തെയാണോ നിങ്ങൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടത് എന്നത് കൃത്യമായി മനസ്സിലാക്കി ഒന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നല്ല ഒരു സമയമുണ്ട്. അതായത് ഈ ഒരു സമയത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ഊർജ്ജങ്ങളെ ഈ അധ്യായത്തിലൂടെ കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് തടഞ്ഞു നിർത്തി ഭാഗ്യത്തെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കും. അപ്പോൾ അടുത്ത് വിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. സർപ്പദൈവങ്ങളെ കാണുക, അവർക്ക് മഞ്ഞൾപ്പൊടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ ശുഭകരമായിരിക്കും. അപ്പോൾ ഏവരും ഈ വീഡിയോ ഒന്ന് പൂർണ്ണമായി കേൾക്കുക. കമൻറ്റ് ബോക്സ് ഓൺ ആക്കി തന്നെയാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യാം. വീണ്ടും മറ്റൊരു അധ്യായവുമായി, ഉപകാരപ്രദമായ ഒരു അധ്യായവുമായി കാണാം. നന്ദി, നമസ്കാരം.